അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സമന്മാരെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് വിലക്കപ്പെട്ടതും അത് കൊടിയതുമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കൽ എപ്പോഴാണ്, നിശ്ചയിക്കൽ എപ്പോഴാണ്? അള്ളാഹുവിന് പ്രത്യേകമായത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചു തന്നു. ഒരു വ്യക്തി വന്ന് തിരുസവിധത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം കേട്ട മനുഷ്യൻ അവിടത്തോട് പറഞ്ഞു, മാഷാ അല്ലാഹ് വശിത്, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് എന്ന്. ഉടനെ തിരുദൂതർ പറഞ്ഞു, അജഅൽതനി ലില്ലാഹി അദ്ല, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ? ബൽ മാഷാ അല്ലാഹു വഹ്ദ, അല്ല അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചു എന്നാണ്. ഇവിടെ അജഅൽതനി ലില്ലാഹി അദ്ലൻ അല്ലെങ്കിൽ അജഅൽതനി ലില്ലാഹി ഇദ്ലൻ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ഉന്നയിക്കാനുള്ള വിഷയം എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റൊരു അള്ളയായി ആ മനുഷ്യൻ വിശ്വസിക്കുകയോ ചിത്രീകരിക്കുകയോ ചെയ്തതിനാലല്ല, പ്രത്യുത മാഷാ അല്ലാഹു വശിത് എന്നൊരു പ്രയോഗം നടത്തിയതിനാലാണ്. അപ്പോൾ സഹോദരന്മാരെ, ആരാധനയുടെ ഏതെങ്കിലും ഒരു വകുപ്പ് അള്ളാഹു അല്ലാത്തവരിലേക്ക് വകവെക്കുമ്പോൾ അത് അള്ളാഹുവിന് ആരാധ്യന്മാരെ തുല്യമാക്കുന്ന പാപമാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ പടപ്പുകൾ അവർ ആരായാലും അള്ളാഹുവിലേക്ക് ആശ്രിതരല്ലേ? അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ? അവർക്ക് അന്നം നൽകുന്നതും അവരെ നിയന്ത്രിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലേ? അവരെങ്ങനെ അള്ളാഹുവിന് തുല്യരാകും? ഈ ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി അള്ളാഹുവിന് തുല്യനെ തീർക്കുന്ന ആളുകൾ, മരിച്ച് മൺമറഞ്ഞ് ഖബറുകളിൽ ആശ്രിതരായവർ, അപ്രകാരം ജീവിച്ചിരിക്കുന്നവരിൽ പല പോരായ്മകളും കുറവുകളും ഉള്ള പല പടപ്പുകളും, പിന്നെ അവിടെ തുടങ്ങി അങ്ങോട്ട് നിസ്സാരമായ ജീവികൾ വരെ ഇങ്ങനെ ആരാധനകൾ സമർപ്പിക്കപ്പെട്ട് അതിൻ്റെ വാക്താക്കൾ അള്ളാഹുവിനോട് ഇവരെയെല്ലാം തുല്യമാക്കുന്നു. ഷിർക്ക് എന്ന മഹാപാതകം ഇസ്ലാമിൽ ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറയാൻ കാരണം അതാണ്. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതാണ്, മഹാ അക്രമം തന്നെ ഷിർക്ക്. ഷിർക്ക് ചെയ്യുന്നവൻ്റെ അമലുകളെല്ലാം പൊളിയാൻ, തകരാൻ, അസാധുവാകാൻ എന്താ കാരണം? അതിലൊന്ന് ഇത്, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, ഷിർക്ക് ചെയ്യുന്നവൻ തികഞ്ഞ നഷ്ടക്കാരൻ, വലതകൂനന്ന മിനൽ ഖാസിരീൻ. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇത്, ഷിർക്ക് എന്ന മഹാപാതകം പൊറുക്കപ്പെടാത്ത പാതകമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, എന്തുകൊണ്ട്? അതിൻ്റെ കാരണം അതിലൊന്ന് ഇത്, ഷിർക്ക് ചെയ്യുന്നവർ ഉലൈക ഹും ശർറുൽ ബരിയ, പടപ്പുകളിൽ ഏറ്റവും മോശക്കാർ എന്ന് വിധിക്കപ്പെടാൻ കാരണം അത് ഇതാണ്. ഏതായാലും സഹോദരന്മാരെ, നമ്മൾ ഇവിടെ വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്ന വചനത്തിൽ അതിൻ്റെ അർത്ഥവും പ്രയോഗങ്ങളിലെ ചില വിഷയങ്ങളുമാണ് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായത്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച് ഈ സമന്മാരെ ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നു, കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് പോലെ എന്നാണ്. ഈ ആളുകൾ ആരാധ്യന്മാരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം പോലെ ആരാധനാപൂർവമുള്ള ഇഷ്ടം, അത്ര തീവ്രവും ശക്തവുമായിട്ടുള്ള ഇഷ്ടം അവർ ഈ സമന്മാരോടും വെച്ചു പുലർത്തുന്നു എന്നൊരർത്ഥം. ഇതിന് മറ്റൊരർത്ഥം, യുഹിബ്ബൂനഹും, ഈ ആളുകൾ അവരുടെ ആരാധ്യന്മാരെ സമന്മാരെ ഇഷ്ടപ്പെടുന്നു, കഹുബ്ബില്ലാഹ്, വിശ്വാസികൾ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നും ഇതിന് തഫ്സീർ പറയപ്പെട്ടിട്ടുണ്ട്.